ത് മാറും എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ കായംകുളം പത്തിയൂരിൽ NDA മുന്നണി ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണ 4 വാർഡുകളിൽ താമര വിരിഞ്ഞതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിയൂർ പഞ്ചായത്തിൽ BJP ഒന്നാമതെത്തി. ഇതിന്റെ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം ലക്ഷ്യം വെച്ച് പോരാട്ടത്തിന് ഇറങ്ങുകയാണ് BJP സ്ഥാനാർത്ഥികൾക്കൊപ്പം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷം മാത്രം ഭരിച്ചിട്ടുള്ള ഒരു അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് പത്തിയൂർ പഞ്ചായത്ത്. ഇത്തവണ പത്തിയൂർ പഞ്ചായത്തിൽ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ പഞ്ചായത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NDAയും BJPയും മുന്നോട്ടിറങ്ങുന്നത്. അതിനവർക്ക് ഏറ്റവും ഊർജം പകരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ്. ഇവിടെ 900-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാൻ സാധിച്ചത്. അതിൻ്റെ തുടർച്ച എത്രത്തോളം പ്രയോജനപ്പെടുത്താം എന്നത് തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം വിജയപ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഞങ്ങളെല്ലാവരും ഒരു പൂർണ്ണമായ വിജയപ്രതീക്ഷ, എല്ലാ വാർഡുകളിലും വളരെ നല്ല വിജയപ്രതീക്ഷയോടെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം തന്നെ വികസനവും വികസന മുരടിപ്പുമാണ്. കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിലെ ഒരുപാട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. ആ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഹൈവേ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ വളരെ കൂടുതലായി ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുക. ഇന്നൊരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുകൾ കൊണ്ട് ഓരോ വീടുകളും നിറയുന്ന അവസ്ഥയിലേക്ക് പത്തിയൂർ പഞ്ചായത്ത് മാറി. അപ്പോൾ തോടുകളുടെ വികസനം ആണ് ഏറ്റവും പ്രധാനമായിട്ട്. റോഡുകളോടൊപ്പം തന്നെ തോടുകളുടെ വികസനം ഈ പഞ്ചായത്തിൽ അനിവാര്യമാണ്. എന്നാൽ പല വികസന പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുന്ന രീതിയിൽ കൃത്യമായ കണക്ക് നൽകാത്തതുകൊണ്ട് പ്രധാനമന്ത്രി സഡക് യോജന പോലുള്ള പദ്ധതികൾ തന്നെ ഈ പഞ്ചായത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടുത്തെ റോഡുകൾ നോക്കിയാൽ തോടുകളേക്കാൾ കഷ്ടമാണ്. എല്ലാ മേഖലയിലും സമഗ്രമായ വികസനം പ്രതീക്ഷിച്ച് ജനം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണം വളരെ പരാജയമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് പത്തിയൂർ പഞ്ചായത്തിൽ സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും ഞങ്ങളെ വളരെ ആവേശത്തോടെയാണ് ഓരോ വാർഡുകളിലും സ്വീകരിക്കുന്നത്. അവരുടെ ആവേശം ഞങ്ങൾക്ക് തരുന്ന ആവേശം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പത്തിയൂർ പഞ്ചായത്തിൽ ഒരു സമഗ്രമായ മാറ്റം വരും എന്ന് ഞങ്ങളെക്കാൾ ഉപരി പത്തിയൂർ പഞ്ചായത്തിലെ ഓരോ ആളുകളും പറയുന്നു എന്നുള്ളതാണ് സത്യം. ചേച്ചി എത്രത്തോളം വിജയപ്രതീക്ഷയോടെയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? 100% വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം സമഗ്ര വികസനം എന്നുള്ളത് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർജി പറഞ്ഞത് അതെങ്ങനെ വേണമെന്നുള്ളത് മുൻകാലങ്ങളിലെ പ്രവർത്തന നെഗറ്റീവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ സത്യത്തിൽ അവരാണ് തയ്യാറാകുന്നത്. ഇന്ന തരത്തിലുള്ള പോരായ്മകളുണ്ട്, അതെല്ലാം പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് വരണം. അത് വികസനം എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ പ്രധാന ഇത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഊന്നിക്കൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ട്, 100% ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. അതിന് യാതൊരു തർക്കമില്ല. തീർച്ചയായിട്ടും പഞ്ചായത്ത് രാജ് വന്നതിന് ശേഷം ഇവിടെ പഞ്ചായത്ത് ഭരിച്ചത് ഇടത് മുന്നണിയാണ്. ഒരിക്കൽ പോലും കോൺഗ്രസ് ഒരു പ്രസ്ഥാനവും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ 100% അതിൻ്റെ ഉത്തരവാദികൾ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ ഒരിതുകൊണ്ട് പൂർണ്ണമായ പിന്തുണ ജനങ്ങൾ തരുന്നുണ്ട്. തീർച്ചയായിട്ടും ശോഭാജിയുടെ ഇലക്ഷൻ്റെ എങ്ങനെയാണോ ഇവിടെ ബാധിച്ചത് അതേ തരത്തിൽ അതിലൊന്നുകൂടെ ആർജവമായിട്ട് ജനങ്ങൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നു എന്നുള്ള ഞങ്ങൾ തൊട്ടറിയുന്ന സത്യങ്ങളാണ്. അപ്പം ഞങ്ങൾക്കൊപ്പം ജനങ്ങളുണ്ട്. ഞങ്ങളത് ഹൃദയത്തിൽ സ്വീകരിച്ച് അവരോടൊപ്പം നിൽക്കുമെന്നുള്ളത് ഇതിനാൽ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. എന്തായാലും ഇവിടെ ഓരോ ഡിവിഷനിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ വോട്ടുകളുടെ കണക്ക് നോക്കുമ്പോൾ പത്തിയൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്നിടത്ത് ഇടതുപക്ഷം മുൻപൊക്കെ വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നതാണ്. എന്നാൽ ഇത്തവണ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതൊരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു? എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ജനാമ്മ പറഞ്ഞ പോലെ തന്നെ 100% ഞങ്ങൾ വിജയപ്രതീക്ഷ നേരിടുന്നൊരു ഈ സമയമാണിപ്പോൾ. കാരണം നരേന്ദ്രമോദിജി ചെയ്ത വികസന നേട്ടങ്ങളൊന്നും ഇതുവരെ അവരുടെ രീതിയിലല്ലാതെ ഒന്നും നമ്മളെ കൊണ്ട്, അഥവാ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 4, 5, 2 പേര് ജയിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാനോ ഒരു കാര്യങ്ങളോ പത്തിയൂർ പഞ്ചായത്തിൽ അവർ ഇടപെട്ടിട്ടുമില്ല, ചെയ്തിപ്പിച്ചിട്ടുമില്ല. ഞങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലും തോറും അവർ ഇന്നതാണ് അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞ് നിൽക്കുകയാണ്. അല്ലാതെ നമ്മളെ വികസന നേട്ടം മോദിജി ചെയ്ത കാര്യങ്ങളൊന്നും അവർ പറയുന്നുമില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അവർ പുറത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ജയിച്ച് ഞങ്ങളുടെ കൈകളിലൂടെ അതാത് കൈകളിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയാണ്.
ഈ ഒരു പ്രാർത്ഥനയോടെ ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇവർ ഈ പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമെല്ലാം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ന്യൂനപക്ഷങ്ങളടക്കം BJP-യിലേക്ക് വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നു, അവരുടെ ഒരു പിന്തുണ പൂർണ്ണമായും ലഭിക്കുന്നു എന്നതാണ്. അത് എത്രത്തോളം ഒരു വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്? ആദർശധീരനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് മാറാത്തത് ഇനി മാറും എന്നുള്ള കേരള മുദ്രാവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ന് BJP NDA സഖ്യത്തോടുകൂടി നിൽക്കുന്നത്. ഇന്ന് പത്തിയൂരിൻ്റെ ഭാഗങ്ങളിലുള്ള മുഴുവൻ ന്യൂനപക്ഷ അംഗങ്ങളും ഈ പ്രസ്ഥാനത്തോട്, NDA പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിജയത്തിന് വേണ്ടി പോരാടുകയാണ്. ഇത്രയും വർഷം ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഭരിക്കുവാനോ അവിടെ കയറുവാനുള്ള സാഹചര്യം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾക്ക് 4 പൊൻതാമരകൾ വിരിയിച്ച് ആ പഞ്ചായത്തിൽ കയറുവാനുള്ള അവസരം ലഭിച്ചത്. ഈ വർഷം 21 വാർഡുകളിൽ നിന്ന് 21 താമരകൾ വിരിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് കയറും. ഈ പഞ്ചായത്തിൻ്റെ വികസനം, പരിപൂർണമായ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാ പിന്തുണയും ഉണ്ടാകും. ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ പിന്തുണയോടുകൂടിയും പത്തിയൂർ പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കും. ശോഭാജിയുടെ ഇലക്ഷൻ്റെ റിസൾട്ട് ഞങ്ങളെ ഒരു ഉത്തേജനമാണെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതുതന്നെയാണ്, ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരാം.